മലപ്പുറം കാളികാവിൽ റബ്ബർ ടാപ്പിങ്ങിന് പോയയാളെ വന്യജീവി കടിച്ചുകൊന്ന സംഭവത്തിൽ പ്രദേശത്ത് പ്രതിഷേധം ശക്തമാവുകയാണ്. ചോക്കാട് കല്ലാമൂല സ്വദേശി അബ്ദുൾ ഗഫൂറാണ് കൊല്ലപ്പെട്ടത്. കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ റാവുത്തൻകാവ് ഭാഗത്ത് സ്ലോട്ടർ ടാപ്പിംഗ് നടത്തുന്ന തോട്ടത്തിലായിരുന്നു സംഭവം. രാവിലെ 6:30 റബ്ബർ ടാപ്പിങ്ങിന് പോയപ്പോഴായിരുന്നു വന്യജീവിയുടെ ആക്രമണം. ഗഫൂറിനെ കടുവ കടിച്ച് വലിച്ചിഴയ്ക്കുന്നത് കണ്ടുവെന്ന് കൂടെയുണ്ടായിരുന്നയാൾ പറഞ്ഞു. കടുവയാണോ പുലിയാണോ ആക്രമിച്ചതെന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. മുണ്ടഴിഞ്ഞു പോയ നിലയിൽ ഏതാണ്ട് നഗ്നമായ രീതിയിലായിരുന്നു മൃതദേഹം. പ്രദേശത്ത് മുൻപും ഒട്ടേറെ ആളുകളെ കടുവ പിടിച്ചിട്ടുണ്ട്. സൗത്ത് DFO ധനിത് ലാൽ, DYSP സാജു കെ അബ്രഹാം എന്നിവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള 25-അംഗ സംഘവും കാളികാവിലെത്തിയിട്ടുണ്ട്. വന്യജീവിയെ പിടികൂടാനായി സ്ഥലത്ത് ക്യാമറയും കൂടും സ്ഥാപിക്കും. കുങ്കിയാനകളെ ഉൾപ്പെടെ എത്തിച്ച് വിശദമായ പരിശോധന നടത്താനാണ് തീരുമാനം. അതേസമയം സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. മരിച്ച യുവാവിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്.